വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് എസ് വിപിൻ, പുള്ളിക്കാരാണ് ഡയറക്ടറും ചെയ്തിരിക്കുന്ന. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ വിപിൻ ദാസ്, നമ്മുടെ വാഴയുടെയൊക്കെ ഡയറക്ടർ. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ പടം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ എങ്ങാണ്ടുള്ളൂ പടം, അത്ര ഡ്യൂറേഷനേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബേസ് ആണെങ്കിലും അത് എടുത്തിരിക്കുന്ന മേക്കിംഗ് ആണെങ്കിലും എല്ലാം കിട്ടും. എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് എന്താ നമ്മുടെ ഈമയ്യോ സിനിമ കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ്. അതായത് ഒരു മരിച്ച ഒരാളെ അടക്കാൻ വേണ്ടി പോകുന്നു, അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ എന്തുവാ ഒട്ടുമിക്ക സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ അത് സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഫൺ എലമെന്റ്സ് ആക്കി കാണിച്ചതിനകത്ത് അത് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. കുറേ സീനുണ്ട് ഇതിനകത്ത്. ഇപ്പം എന്തുവാ നമ്മുടെ ജോമോൻ, പിന്നെ അതുപോലെ അനശ്വര, പിന്നെ നോബിച്ചേട്ടൻ, എല്ലാവരും പിന്നെ അസീസിക്കയുടെ അഭിനയം എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല കിഡു അഭിനയം. അച്ഛൻ റോളി നോബി അസീസിക്കായി, ഇവർ വേറെ വിഷയമാണ്. അത് സമ്മതിച്ചാൽ അതിപ്പോൾ വാഴയ്ക്കകത്താണെങ്കിലും അങ്ങനെ തന്നെ ഇതിനകത്താണെങ്കിലും രണ്ടുപേര് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് രണ്ടുപേരും അഭിനയം നല്ല പേഴ്സണൽ എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, അതായത് മല്ലിക സുകുമാരൻ തൊട്ട് ഇതിനകത്ത് പെയിൻ്റ് അടിക്കാൻ വരുന്ന അയാൾ വരെ നല്ല കിടുവായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല ഫാമിലിയൊക്കെ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് കേട്ടോ. കാരണം 2 മണിക്കൂർ പോകുന്ന പോലും നമ്മൾ അറിയത്തില്ല. കാരണം നമ്മൾ ആ മരണ വീട്ടിൽ ഇരിക്കുമ്പം എന്താണോ ഫീൽ ചെയ്യുന്നത് ആ സംഭവമാണ് ആ സിനിമക്കകത്ത് കാണിക്കുന്നത്. കാരണം ഒരു ചിരിക്കാനൊക്കെ പറയുന്നത്, എനിക്ക് ചിരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് അറിയാമോ, അതിനകത്ത് എന്തോ ജോമോൻ്റെ ഒരു സീനുണ്ട്, ഒരു ഫോൺ നമ്പർ മേടിക്കുന്ന, സ്പോയിലാണ് എങ്കിലും ഞാൻ പറയുവാണ്. ആ ഒരു സീൻ അല്ല കിടു സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. എനിക്ക് നന്നായിട്ട് പേഴ്സണലി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സീൻ. അപ്പോൾ എന്തായാലും എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളത് കമൻറ്റ് വന്ന് പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.